വെച്ചാൽ താങ്ങാനാവാത്ത ദുഃഖം ഇന്നും എന്നെ വേദനപ്പെടുത്തുന്ന ഒരൊറ്റ കാര്യം. ഞാനൊരു വികലാംഗയല്ലേ, എന്റെ കൂടെ എനിക്കൊരു അനുജത്തിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ രണ്ടുപേരും വിവാഹം കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ 2 മക്കളെ എടുത്തു വളർത്തി. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് വരുമാനം, ആദ്യത്തെ വരുമാനം അത് ഞാൻ അമ്മച്ചിക്ക് കൊടുക്കും. സുഹൃത്തുക്കളെ, ആലിലയിൽ ചിത്രം വരച്ച് ജീവിക്കുന്ന ഗിരിജാമ്മ എന്ന ഈ കലാകാരിയുടെ ഒരു വീഡിയോ ഏകദേശം ഒരാഴ്ചകൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകം തന്നെ 50,000-ഓളം ആളുകൾ ആ വീഡിയോ കാണുകയും ചെയ്തു. സരസ്വതി ഇത് പിന്നെ ഗണപതിയുടെ പടമാണ്. എന്ത് ഭംഗിയാമച്ചി ഗണപതി വരച്ചിരിക്കുന്നത്. ഇത് പിന്നെ കൃഷ്ണൻ ഫ്ലൂട്ട് വായിക്കുന്നത്. ഇത് പരമശിവന്റേതാണ്. ഇത് മുകളിലേടി. ഇത് തിരുഹൃദയം യേശുക്രിസ്തു. പക്ഷെ ശരിക്കും ഞാനന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ പൂർണ്ണമായിരുന്നില്ല. 30 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള ഒരു വലിയ വീഡിയോയുടെ പ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ മാറ്റിയ ശേഷമാണ് ഞാനന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. കാരണം ആ വീഡിയോയുടെ പകുതിയോളം ഗിരിജാമ്മയുടെ ദുരിതപൂർണമായ വേദനിപ്പിക്കുന്ന കുറേ നിമിഷങ്ങളും കൂടി ഉൾപ്പെട്ടതായിരുന്നു. വെറും ഒരു സെൻറ്റിമെൻസിൻ്റെ പേരിൽ ആളുകൾ ആ കലാകാരിയെ തിരിച്ചറിയാനോ എൻ്റെ വീഡിയോ റീച്ച് ആവണമെന്നോ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഒരു കലാകാരി എന്ന നിലയിൽ ആളുകൾ ഗിരിജാമ്മയെ അംഗീകരിക്കുന്നതിലായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. ഒരു കലാകാരി എന്ന നിലയിൽ ഗിരിജാമ്മയെ നിങ്ങൾ അംഗീകരിച്ചതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയും ആ കലാകാരിയുടെ ജീവിതം നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുകയാണെങ്കിൽ അത് ആ ജീവിതത്തോടും എൻ്റെ മാധ്യമ പ്രവർത്തനത്തോടും ഞാൻ ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും. അതുകൊണ്ട് അന്ന് വെട്ടിമാറ്റിയ ദൃശ്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഒരു കലാരൂപം എന്ന രീതിയിൽ മാത്രം ചെയ്യുന്നതല്ല, അമ്മച്ചിയുടെ ഒരു ജീവനോപാധിയായിരുന്നു. ഉപജീവനമാർഗം. എത്രാമത്തെ വയസ്സിലാണ്? 25-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ജോലിയാണ്. അപ്പൊ എത്ര വർഷം ഇത് കണ്ടിന്യൂ ചെയ്ത്? ഞാൻ ഇത് 45 വർഷം ഞാൻ ഈ പണി ചെയ്ത് 45. ഞാൻ 80-ലാണ് ഈ 1980-ലാണ് ഈ ജോലിക്ക് ഞാൻ പോണത്. പോയ സമയത്ത് 30 രൂപ ഞങ്ങൾക്ക് സ്റ്റൈപൻഡ് ആയിട്ട് തരുമായിരുന്നു. അന്ന് ഈ ഇല നമ്മൾ വരച്ചു കൊടുത്ത 5 രൂപയാണ് ഇതിന്റെ വില. ഒരിലയ്ക്ക് നമ്മളിത് ഇത്രയും കളറിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് തരണത് 5 രൂപയാണ് അന്നത്തെ കാലത്ത്. ഇന്ന് ഈ ഇല നമ്മൾ വരച്ചു കൊടുക്കുമ്പോ നമുക്കിന്ന് 15 രൂപ 15 രൂപയുണ്ട് ഈ ഒരു ചിത്രത്തിന് 15 രൂപ. പക്ഷെ സുഹൃത്തുക്കളെ, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്ക്. ഇതിപ്പോ ഇവരും കലാകാരാണ്. പക്ഷെ ഈ 15 രൂപ എന്ന് പറയുന്നത് ഇവരുടെ അമ്മച്ചി ഈ ഒരു ചിത്രം വരയ്ക്കുന്നതിന് എത്ര സമയം എടുക്കും? ഈ ഒരു ചിത്രം വരയ്ക്കുന്നതിന് 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂറത്തെ ജോലിക്ക് 15 രൂപ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ് കേട്ടോ. ഇത്രയും ഭംഗിയായിട്ട് ശ്രമപ്പെട്ട് ഇങ്ങനെ. പക്ഷെ ഇതിന്റെ എപ്പോഴും എന്റെ സങ്കടം എന്ന് വെച്ചാൽ, പക്ഷെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഈ കലാകാർക്ക് കിട്ടുന്ന പ്രതിഫലം വളരെ തുച്ഛമായിട്ടുള്ള ഒരു പ്രതിഫലമാണ്. ഒരു ദിവസം എന്തൊക്കെ 2 ഇല 3 ഇല മുഷിഞ്ഞ് ഞങ്ങൾ ഇരിക്കുമ്പോ 5 ഇല തീരും. ഇപ്പൊ നിലവിലും ഈ ഒരു ജോലി ചെയ്യുന്ന ആളുകൾ വേറെ ഒരുപാട് ആളുകൾ ഒരുപാടുണ്ട് മക്കളെ ഇവിടെ. അപ്പൊ അമ്മച്ചി എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു 1980-ല് 3 രൂപ ഒരു പടത്തിന് കിട്ടിയ. പക്ഷെ അന്ന് അത് വളരെ നല്ലൊരു പ്രതിഫലമായിരുന്നു. പക്ഷേ ഇന്ന് ഈ 15 രൂപ ഒന്നിനും എത്തുന്നില്ല. അന്ന് ഞങ്ങൾക്ക് ഒരു ട്യൂബ് പെയിന്റ് ഞങ്ങൾക്ക് 5 രൂപ കൊടുത്താൽ മതി. ഈ ഒരു ബ്രഷിന് 2 രൂപ വിലയുള്ളൂ. ഇന്ന് ഈ ഒരു ബ്രഷ് വാങ്ങിക്കണമെങ്കിൽ 35 രൂപ കൊടുക്കണം. 35 രൂപ. ഞങ്ങൾക്ക് ഒരു ട്യൂബ് പെയിന്റ് വാങ്ങിക്കണമെങ്കിൽ 250 തൊട്ട് 300 രൂപ വരെ വിലയിരിക്കണം. ഒരു സംശയം, അമ്മച്ചി ഇത് ഇത്രയും വർഷം, എത്ര 45 വർഷം ഈ ജോലി ചെയ്ത് ഇതുപോലുള്ള രൂപങ്ങള് വരച്ച് ഒരു കലാകാരിയായിട്ട് ജീവിച്ച് ഈ 45 വർഷം കൊണ്ട് ഈ ജോലി ചെയ്തുകൊണ്ട് അമ്മച്ചി എന്തെങ്കിലും മിച്ചം? എനിക്ക് മിച്ചമായിട്ടൊന്നും. ഞാനൊരു വികലാംഗയല്ലേ, എന്റെ കൂടെ എനിക്കൊരു അനുജത്തിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 അവിടെ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്റെ അനിയത്തി തൊഴിലുറപ്പിനും മറ്റു ജോലിക്കെല്ലാം പോകും. ഞങ്ങളെ 2 വിവാഹം കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ 2 കല്യാണം കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ 2 മക്കളെ എടുത്തു വളർത്തി. എനിക്ക് മിച്ചമെന്ന് പറയാനൊക്കെ കൊണ്ട് ഞങ്ങൾ വളർത്തിയ 2 മക്കള്. അവര് സന്തോഷമായിട്ട് ജീവിക്കണം, അതേ ഉള്ള ഒരു മിച്ചം. പിന്നെ ഞങ്ങൾ വളർത്തിയ ആ സ്നേഹം എന്ന് ഈ 2 മക്കൾക്ക് കൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നോക്കുന്നത് എന്റെ മരുമോള് മോനും കൂടെയാണ്. സമ്പാദ്യം എന്ന് പറയാൻ ഒന്നുമില്ല, കടബാധ്യതകൾ മാത്രമേ ഉള്ളായിരുന്നു.
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഈ യൂണിറ്റുകളൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കലാകാരന്മാരെ ഗവൺമെന്റുകൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു സ്റ്റൈഫൻഡ്, എക്സ്ട്രാ സ്റ്റൈഫൻഡ് ഒക്കെ കൊടുത്ത് ഇങ്ങനെയുള്ള കുറച്ച് ഒരു സഹായങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറെ ആളുകളുടെ ജീവന ഉപാധിയാണ് ഈ ഒരു ആലിലയിലെ ഈ ചിത്രം വര എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന കണക്ക് ഇതൊരിക്കലും ഹോബിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സംഭവമല്ല. ഇത് ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗമാണ് അല്ലെ? ഇപ്പോഴും ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഏകദേശം 2 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന ജോലിക്ക് 15 രൂപ മാത്രം പ്രതിഫലം പറ്റിക്കൊണ്ട് എത്രയോ ആളുകൾ ഇന്നും ഇതുപോലുള്ള കലാരൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചിത്രപ്പണികൾ ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ കരകൗശല വിഭാഗവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ഇവരെയും കൂടി നിങ്ങളുടെ ഈ കലാരൂപങ്ങൾക്ക് കൊടുക്കുന്ന ഈ എന്തെങ്കിലും ഈ സ്റ്റൈഫൻഡും അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ഇവരെയും കൂടെ ഒന്ന് പരിഗണിക്കണമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. മക്കളെ കുടുംബശ്രീ ആയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിൽ ഈ ജോലിയുടെ ഇത് പോയിട്ടുണ്ട്. ഞങ്ങളത് ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ജോലി ചെയ്യും, ഞാനും എന്റെ അനിയത്തിയും ജോലി ചെയ്യണതുമായിട്ടും ഇവിടെ ജില്ലാ പഞ്ചായത്തിലൊക്കെ നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇന്നുവരെയും ഒന്നും ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഈ ചെയ്യുന്നതിനുള്ള വേതന മാത്രം. എനിക്ക് യൂട്യൂബിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ പറയണേ, എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് വരുമാനം, ആദ്യത്തെ വരുമാനം അത് ഞാൻ അമ്മച്ചിക്ക് കൊടുക്കും. അല്ലെ, അത് അമ്മച്ചിക്ക് അർഹതപ്പെട്ട. എന്റെ മക്കൾ എന്നെ തേടി വന്നല്ല, അത് മതി ഞങ്ങൾക്ക്. എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞ അമ്മച്ചിയെ പരിചയപ്പെടുന്നത് ഇപ്പോഴല്ല, 3 വർഷം മുമ്പാണ് അല്ലേ? ഈ 3 വർഷം മുമ്പ് ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് അമ്മച്ചിയെ പരിചയപ്പെടുന്നത്. ഞാൻ ഇതിന്റെ മുകളിൽ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്, അങ്ങനെ അവിടെ ഞാനൊന്ന് വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് തിരിച്ചിറങ്ങി പോകുന്ന വഴിയിൽ ഇച്ചിരി വെള്ളം ദാഹിച്ചിട്ട് വെള്ളം ചോദിച്ച് കയറിയതാണ്. അപ്പൊ ഈ വെള്ളം ചോദിച്ച് കയറുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോ 2 പേര് ഇവിടെ ഇരുന്ന് ഇതുപോലെ തന്നെ തൊട്ടടുത്തൂടെ ആളുണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് ഈ ചിത്രപ്പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ച, അപ്പൊ അന്നേ എനിക്കൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, എന്തെങ്കിലും ഇവരുടെ ഒരു വീഡിയോ, ഇവരുടെ ഈ ഒരു കഴിവുകൾ, ഈ കലാരൂപങ്ങൾ പുറത്ത് ആളുകളുടെ അടുത്തേക്ക് എത്തിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇന്നിപ്പൊ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഇപ്പൊ അമ്മച്ചി മാത്രമേ ഉള്ളൂ കൂടെയുള്ള ആള്. ഇപ്പൊ ഇല്ല, അന്ന് കൂടെ ഉണ്ടായിരുന്ന ആള് അമ്മച്ചിയുടെ സഹോദരി മരണപ്പെട്ടു. എന്റെ ഓർമ്മയിൽ അന്ന് ഞാനിവിടെ വന്ന സമയത്ത് ഞാനിവിടെ കണ്ടതിൽ ഒരുപാട് ഈ ശ്രീകൃഷ്ണന്റെ ഫോട്ടോസ്, ഒരുപാട് പടം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അതായിരുന്നു ഞാനും അനിയത്തിയും കൂടെ വരച്ചോണ്ടിരുന്നത്. അപ്പോൾ ഈ ഗിരിജാമ്മച്ചിയുടെ സഹോദരി ഞാൻ ചോദിച്ചു എന്ത് ഇത് കൂടുതൽ ഇങ്ങനെ കൃഷ്ണന്റെ വരയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അത് എനിക്ക് കൃഷ്ണന്റെ വരയ്ക്കാനാണ് ഏറ്റവും ഇഷ്ടം. കൃഷ്ണനെ വലിയ ഇഷ്ടമായിരുന്നു അന്ന് സഹോദരി പറഞ്ഞിട്ട് ഉള്ള ഓർമ്മകൾ എനിക്കുണ്ട്. കടബാധ്യതകളും ചെലവുകളും കൂടി വന്നപ്പോ എന്റെ അനിയത്തി തൊഴിലുറപ്പിനും പോകുമായിരുന്നു, പിന്നെ ഈ ചില്ലറ കൂലിപ്പണിക്കുമൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പോയപ്പോഴാണ് ഇവർക്ക് അസുഖം വന്നത്. അസുഖം വന്ന് ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾക്ക് അറ്റാക്ക് വന്ന് അവളങ്ങ് മരിച്ചത്. എന്റെ അനിയത്തി മരണപ്പെട്ടതിന് ശേഷം മാനസികമായിട്ട്, കാരണം ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്, എവിടെ പോയാലും ഞങ്ങൾ രണ്ടും ഉണ്ട്. ഞാനൊരു വികലാംഗ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു അത്താണിയായി എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് മരിച്ചുപോയി അനിയത്തി. അവൾക്ക് ഹാർട്ടിന് പ്രശ്നമായിരുന്നു, അവള് മരിച്ചു. അതോടെ ഞാനങ്ങ് തളർന്നു പോയി. എന്നാലും എന്റെ അനിയത്തിയുടെ വേർപാട് എന്നെ ശരിക്കും എന്റെ അനിയത്തിയുടെ വേർപാട് എന്നെ ദുഃഖപ്പെടുത്തി. ഇന്നും അവളെ കാര്യം വിചാരിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം ഞങ്ങൾ അങ്ങനെയാണ് ഞാനും എന്റെ അനിയത്തിയും ജീവിച്ചത്. എവിടെ പോയാലും അവളെ തോളിൽ ഞാൻ ഇങ്ങനെ പിടിച്ച മക്കളെ ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. അതുകൊണ്ട് എന്റെ അനിയത്തി മരിച്ചിട്ട് 1.5 വർഷമായെങ്കിലും എന്തോ എനിക്ക് അവളെ നിന്ന് മാറാൻ പോലും എന്റെ മനസ്സിൽ നിന്ന് അവള് പോണില്ല. എന്നെ വഴക്ക് പറയും, എന്റെ കൊച്ചും കൂടെ വഴക്ക് പറയും, അമ്മാമ്മ കരയല്ലേ, അസുഖം വരണമെങ്കിൽ എന്ത് ചെയ്യെന്ന്. ഇന്നും ഗുളികയിലും മരുന്നിലും മക്കളെ എപ്പോഴും ഞാൻ സന്തോഷിക്കാറുണ്ട്. ഞങ്ങൾ മരുന്ന് കഴിക്കാതെ ദൈവം ഞങ്ങളെ ഇത്രയും നടത്തിയല്ലോ എന്ന് ഞാൻ ദൈവത്തെ അതിയായി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരുന്നാണ് മക്കളെ എന്റെ അനിയത്തി മരിച്ചതോടെ മാനസികമായിട്ട് ഞാൻ ഇരിക്കുമ്പോഴേ എനിക്ക് അവളെ വിചാരിക്കുമ്പോൾ എനിക്കൊരു തളച്ചയും ക്ഷീണവും ഛർദിലും കയ്യും കാലൊക്കെ ഞാൻ കുഴഞ്ഞ് എൻ്റെ തലയൊക്കെ പെരുക്കും. ഇന്ന് എനിക്ക് ആ അസുഖത്തിൽ നിന്ന്, എൻ്റെ അനിയത്തിയുടെ വേർപാടിൽ നിന്ന് എനിക്ക് മുക്തി നേടാൻ പറ്റില്ല. എല്ലാവരും എന്നെ വഴക്ക് പറയും, മക്കളെ ആന്റി പോയില്ലേ, അല്ലെങ്കിൽ ചേച്ചി പോയില്ലേ, അല്ലെങ്കിൽ അമ്മ പോയില്ലേ, നിങ്ങൾ വിഷമം ചെറിയ എനിക്ക് പറ്റൂല. എൻ്റെ അനിയത്തിയുടെ വേർപാടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റണില്ല മക്കളെ. ഇന്നും ഞാൻ അവളോട് തന്നെ അകത്ത്
രണ്ടുപേരും കൂടെ വരച്ചപ്പോഴത്തേക്ക് ആ മക്കളെ രണ്ടുപേരും ഒന്ന് വരാ, എന്നെ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വരേണടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്നത്. ഞാൻ എവിടെ പോയാലും പറയടി ഞാൻ എന്റെ അടുത്ത് പോവേണ്, തനിയാണ് കേട്ടാ. ഞാൻ അവളോട് മനസ്സാ പറഞ്ഞിട്ടാ മക്കളെ ഇറങ്ങുന്നത്. എനിക്ക് അത്ര വിഷമമുണ്ട്. എന്റെ അനിയത്തി മരിച്ചതിൽ വിഷമമെന്ന് വെച്ചാ താങ്ങാനാവാത്ത ദുഃഖം. ഇന്നും എന്നെ വേദനപ്പെടുത്തുന്ന ഒരൊറ്റ കാര്യം എന്റെ അനിയത്തിയുടെ വേർപാടാണ്. എങ്ങനെയും എന്നെ വിട്ട് പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് രണ്ടുപേരും കൂടെ, അവൾ അവിടെ ഇരിക്കും ഞാൻ ഇവിടെ ഇരിക്കും, ഞങ്ങള് പരസ്പരം, ഞാനൊരു ഭാഗം വരയ്ക്കും, വേറൊരു ഭാഗം അവള് വരയ്ക്കും. എന്നിട്ട് കേക്ക് എങ്ങനെയുണ്ടടി ഇങ്ങനെ കേട്ട് ഞങ്ങൾ പരസ്പരം ഞങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ മക്കളെ ഞങ്ങൾ ജോലി ചെയ്ത് വന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഇപ്പം എന്തോ ഇവിടെ വന്ന് ഇരിക്കുമ്പം തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നും എൻ്റെ അനിയത്തി ഇവിടെ ഇരിക്കുകയാണെന്ന്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും തോന്നും എൻ്റെ അനിയത്തി ഇവിടെ ഇരിക്കുകയാണെന്ന്. അത്രയ്ക്ക് ഞാൻ എവിടെ പോയാലും എൻ്റെ അനിയത്തി, എൻ്റെ അമ്മ മരിച്ചിട്ടും, കാരണം ഞങ്ങൾക്ക് തുണയായിട്ട് ഞങ്ങൾ 3 പേര് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞെങ്കിൽ എൻ്റെ അനിയത്തി പോയതിൽ എൻ്റെ അമ്മ മരിച്ചതുപോലെയാണ് എൻ്റെ അനിയത്തി മരിച്ചത്. ആ ദുഃഖത്തിൽ നിന്ന് എനിക്ക് ഇന്നും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല മക്കളെ. പിന്നെ ഇപ്പം വീണ്ടും ഞാൻ വരച്ച്, ഞങ്ങൾക്ക് ഇത്തിരി പൈസ കടമായിരുന്നു, ഞങ്ങൾ ലോണൊക്കെ എടുത്താ ഞങ്ങള് കുടുംബം പോറ്റി പോകുന്നത്. ചൂടാതെ പോയി നിനക്കായി ഞാൻ ചോര ചാറിച്ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ